നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ താനേശ്വർ എന്ന സ്ഥലത്ത് കേട്ടോ. ഇത് വരുന്നത് നമ്മുടെ കുരുക്ഷേത്ര ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത്. ഒരു മെഡിക്കൽ സ്റ്റോപ്പിൻ്റെ മുമ്പിലാണ്. ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. കുരുക്ഷേത്രയിൽ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് മഹാഭാരത യുദ്ധത്തിൽ നടന്ന സ്ഥലവും പിന്നെ അതുപോലെ ഇവിടെ ഷെയ്ഖ് ചില്ലിൻ്റെ ഒരു തൊമ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് ഞാൻ ഫസ്റ്റ് പോകുന്നത്. എന്തായാലും ടെമ്പിളിലേക്ക് കുറച്ച് മുമ്പ് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം ഞാൻ നേരെ തൊമ്പ് കാണാനാണ് പോയത്. ടൈമിങ് കാര്യമൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി. പക്ഷേ ഇത് ഓപ്പൺ ആയിരുന്നില്ല. നമുക്ക് എൻട്രി ടൈം വരുന്നത് 9 മണിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് കൂടി ഒന്ന് നടന്ന് ചുറ്റുപാടൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഗാർഡന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മോണമെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ബിൽഡ് ചെയ്ത വർഷവും പിന്നെ അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1854 AD. അധികം ആൾക്കാരൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണ്. മാത്രമല്ല ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്. ഭയങ്കര പക്ഷികളുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര നീറ്റാണ്. പിന്നെ കുറേ ആൾക്കാർ രാവിലെ എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കുറേ ആൾക്കാർ യോഗ ചെയ്യുന്നൊക്കെ കണ്ടു. ഷെയ്ഖ് ചില്ലി എന്ന് പറയുന്നത് ഒരു സൂഫി സെയിൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ മൂത്ത മകൻ്റെ അധ്യാപകനും പണ്ഡിതനൊക്കെ ആയിരുന്നു കേട്ടോ. ഈ മണവൻ്റെ അകത്ത് നമുക്ക് 2 ശവകുടീരങ്ങളാണുള്ളത് കാണാൻ. പിന്നെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അതുകൂടാതെ ഒരു മദ്രസയുണ്ട്. പിന്നെ ഈ പുറത്ത് കാണുന്ന പൂന്തോട്ടം കേട്ടോ. കുറച്ച് വിശാലമായിട്ട് തന്നെ കാണാനുണ്ട്. നടന്ന് കാണാനുള്ള ഏരിയ ഉണ്ട്. കുറച്ച് ആൾക്കാർ രാവിലെ മോർണിംഗ് വാക്കിനും പിന്നെ കുറച്ച് യോഗ ചെയ്യാനായിട്ടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ചുറ്റൊന്ന് നടന്ന് കണ്ടു. അങ്ങനെ ഒടുവിൽ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പണായി. ടിക്കറ്റ് എടുത്ത് ഞാൻ അകത്തേക്ക് കിടന്നു. കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട് കേട്ടോ. കയറിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ മസ്ജിദിൻ്റെ ഭാഗത്തൊക്കെ കണ്ട ഒരു സെയിം സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുക കയറി പോകുമ്പോൾ തന്നെ. ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് കൂടെ മുകളിൽ കയറണം കേട്ടോ. അടുത്ത ഫ്ലോറിലാണ് നമ്മുടെ തോമ്പുള്ളത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ള നമ്മളെ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മണൽക്കല്ലുകൾ കൊണ്ടാണ്. അതുപോലെ അതിൻ്റെ ചുറ്റുമുള്ള മതിൽ ഒരു ബൗണ്ടറി തീർത്തിട്ടുള്ളത് മാർബിൾ കൊണ്ടാണ് കേട്ടോ.
നമ്മൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു മ്യൂസിയമാണ്. അതിൽ അന്നത്തെ കാലത്തെ പഴയ വാള്, പിന്നെ അന്നത്തെ കാലത്തെ കുറച്ച് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. അതുകൂടെ ജസ്റ്റ് കയറി കാണാവുന്നതാണ്. ഇതാണ് നമ്മൾ രാവിലെ ഒന്ന് നടന്ന് കണ്ട ആ ഗാർഡൻ കേട്ടോ. ചുറ്റുമുള്ള സ്ഥലം അത്യാവശ്യം കാണാനുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബൗണ്ടറി. അത് ഫുള്ള് മാർബിളിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ശവകുടീരത്തിൻ്റെ അകത്തുള്ളതാണ് കേട്ടോ. അപ്പം അതിൽ നമ്മുടെ ഷേഖ് ചിലിയുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അങ്ങനെ 2 ശവകുടീരങ്ങളാണ് ഉള്ളത്. ഞാൻ വന്ന സമയത്ത് മ്യൂസിയം ഓപ്പൺ ആയിട്ടുണ്ടായില്ല. ഞാൻ കുറച്ച് രാവിലെ തന്നെ എത്തിയത്. അപ്പോൾ അത് ഓപ്പണാക്കി ക്ലീനൊക്കെ ചെയ്യുന്നുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് മ്യൂസിയത്തിലെ കാഴ്ചകളൊന്നും എനിക്ക് പകർത്താൻ പറ്റിയില്ല. ഇവിടുന്ന് നോക്കി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് കാണാം. ഞാൻ ആ റോഡ് സൈഡിൽ വെച്ചിട്ടാണ് കയറിയത്. കാരണം ഞാൻ വന്ന സമയത്ത് ഗേറ്റ് ഓപ്പൺ ആയിരുന്നില്ല. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കുറച്ച് എക്സ്കവേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് കൂടെ കാണാം കേട്ടോ ബാക്ക് സൈഡിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് തോമ്പിൽ കാണാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഏരിയ വരുന്നുണ്ടെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.